എന്റെ ഈ കിങ്ങിനും ക്യൂനിനും നല്ല അടിപൊളി ഹോം മെയ്ഡ് ക്യാപ്പിച്ചീനോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. വെൽക്കം ടു ദ ചാനൽ ടിവി ഓൺ ബിടി ടിവി ഓൺ ഡൈനിങ് ടേബിൾ. അടപ്പിങ്ങനെ തുറന്ന് നമുക്കോട്ട് മാറ്റി വെക്കാം. കിങ്ങിന് ഇത് കുടിക്കോടാ. ഇത് നീ കുടിക്കോ? നീ കുടിച്ചേ. മീശ എന്നാലും മീശ എപ്പോഴും മീശ കുടിച്ച് എങ്ങനെയുണ്ടെന്ന് പറയണേ. കുടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ. ആ ചേച്ചിക്ക് കൊടുക്കാതെ. ചേച്ചിക്ക് സെപ്പറേറ്റ്. ക്യൂൻ സ്പെഷ്യൽ. കുടിച്ചേ കുടിച്ചേ. ആഴക്കടല്ലേ? ചേച്ചി കുടിക്കട്ടെ. സൂപ്പറാണോ? ഇതിലാരാ പപ്പായ്ക്ക് തരുന്ന? ആരാ? കിങ്ങിന്റെ തരുമോ ക്യൂനിന്റെ തരുമോ? ആരാ തരുമോ? പപ്പ ഇച്ചിരി കുടിക്കട്ടെ. ക്യൂനിന്റെ കുടിക്കാൻ കുടിക്കട്ടെ. ഞാൻ കുടിച്ച് തീർന്നോട്ടെ. ക്യൂന് എനിക്ക് തന്നതല്ലേ, കുടിച്ചോട്ടെ. നല്ല ഹോം മെയ്ഡ് ആണ്. അടിപൊളി ക്യാപിച്ചിനോയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടം. നല്ല ക്രീമിയാണ്, ക്രീമി നേച്ചറാണ്. നമ്മൾ ബ്രൂവിന്റെ കോഫി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടാലോ, നോക്കിയാലോ? നോക്കാം. ആദ്യമേ നമുക്കൊരു ബൗൾ ടൈപ്പ് പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ ബ്രൂ കോഫി പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. ബ്രൂ അതുപോലെ നെസ്കഫെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി പഞ്ചസാര നമുക്കൊരു 5 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. ശേഷം വെള്ളം, അതും നമുക്ക് 5 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ 3 ഇൻഗ്രീഡിയൻസും ഒരേ അളവിന് ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ എടുക്കുന്ന അളവ് 3ഉം സെയിം ആയിട്ട് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒരു ക്രീം പരുവത്തിന് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. നല്ല ക്രീം ആയിട്ടുണ്ട്. നമുക്കൊരു 3 to 4 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ക്രീം നേച്ചറിൽ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായി നമ്മൾ 4 കപ്പ് പാല് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ തിളപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. തിളപ്പിച്ച പാല് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഈ പാലൊന്ന് ആറ്റിയെടുക്കണം. നമുക്ക് ഈ ഒരു അതായത് അതിന്റെ ഫോം നമുക്ക് വേണ്ടത് കൊണ്ട് നമുക്ക് ഒന്ന് ആറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ക്യാപിച്ചിനോ സെർവ് ചെയ്യാനുള്ള കപ്പ് എടുക്കാം. ഈ ഒരു കപ്പാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ ക്യാപിച്ചിനോ ക്രീം നമുക്ക് ഈ കപ്പിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊരു 5 ടീസ്പൂൺ ക്രീമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ക്യാപിച്ചിനോക്ക് 3 ലെയേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ലെയർ ഈ ബേസ് ക്രീമാണ്, അതുപോലെ സെക്കൻഡ് ലെയർ ഹോട്ട് മിൽക്ക്, ചൂടാക്കിയ മിൽക്ക്, അതുപോലെ തേർഡ് ലെയർ ആയിട്ട് വരുന്നത് ഫോമും ആണ്. നമുക്ക് ഫസ്റ്റ് ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ക്രീമി നേച്ചറാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഈ മിൽക്കിന്റെ ഫോം കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കാപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നല്ല ക്രീമി നേച്ചറുള്ള കാപ്പിച്ചിനോയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.